ഒരിക്കല് ഒരു അന്ത്യം ബദിരമായ ഒരു സ്ത്രീ ഒരു ആർട്ടിക്കിൾ എഴുതാൻ തുടങ്ങി ഒരു മാഗസിന് വേണ്ടി. ആർട്ടിക്കിളുടെ പേര് 3 days to see എന്നാണ്. 3 ദിവസം തനിക്ക് കാഴ്ച ലഭിച്ചു കഴിഞ്ഞാല് താൻ എന്തൊക്കെ കാണും എന്നതാണ് അവൾ എഴുതിയത്. ആദ്യത്തെ ദിവസം തന്റെ പ്രിയ കൂട്ടുകാരെ അവൾ കാണും. രണ്ടാമത്തെ ദിവസം മനോഹരമായ പ്രകൃതിയുടെ ഭംഗി അവൾ ആസ്വദിക്കും. മൂന്നാമത്തെ ദിവസം ഏറ്റവും തിരക്ക് കൂടിയ ന്യൂയോർക്ക് നഗരം ഫുള്ളും ചുറ്റിക്കാണും എന്നാണ് അവൾ എഴുതി അവസാനിപ്പിച്ചത്. ആർട്ടിക്കിളുടെ അവസാനം അവൾ ഒരു വരി കൂടി എഴുതിയാണ് അവസാനിപ്പിച്ചത്. യൂസ് യുവർ ഐസ് ആസ് ഇഫ് ടുമാറോ യു ആർ സ്ട്രിക്കൺ ബ്ലൈൻഡ്. നാളെ നിങ്ങൾ അന്ധരാകുമെന്ന മട്ടില് വേണം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളൊന്ന് ഉപയോഗിക്കുക. ഈ വരികൾ എഴുതിയത് പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള ഹെലൻ കെല്ലറാണ്. ഇന്നത്തെ സുവിശേഷത്തില് നമുക്കൊരു അന്ധനായിട്ടുള്ള വ്യക്തിയെ കാണാം. അവന്റെ വിശ്വാസം മൂലം അവൻ സുഖപ്പെടുന്നുണ്ട് ഈശോയുടെ കൈകളാൽ. പലപ്പോഴും ജീവിതത്തില് നമ്മളും ഈ അന്ധനെ പോലെയാണ്. ദൈവത്തിന്റെ സ്നേഹം കാണാനുള്ള കഴിവില്ലാത്ത അന്ധൻ. വിശുദ്ധ തോമസ് അക്യുനാസിന്റെ ഒരു കോട്ട് ഇങ്ങനെയാണ്: ലവ് ടേക്സ് അപ്പ് വേർ നോളജ് ലിവ്സ് ഓഫ്. സ്നേഹം ആരംഭിക്കുന്നത് അറിവ് അവസാനിക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മുടെ അറിവ് കൊണ്ട് അളക്കാൻ നോക്കാറുണ്ട്. പക്ഷെ സ്നേഹിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു. പലതിൻ്റെയും പുറകിൽ പോകുമ്പോൾ യഥാർത്ഥ സ്നേഹമാവുന്ന ദൈവത്തെ കാണാതെ പോയിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ. നമുക്ക് ആ സ്നേഹത്തിലോട്ട് തിരിച്ചു വരാം. സ്നേഹമാവുന്ന ദൈവത്തെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാം. ദൈവം സ്നേഹമാണെന്ന് ഓരോ നിമിഷവും ഓർക്കാം, ധ്യാനിക്കാം. ആമേൻ.